ബി ജെ പി രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടി പ്രതിപക്ഷ നേതാവിനെ എതിരായിട്ട് വധഭീഷണി മുഴക്കൂ. ഈ അപഹാസ്യമല്ലേ ആ ആരോപണം തന്നെ? ആ ആരോപണം അപഹാസ്യമാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടി ഞങ്ങൾ തന്നെയല്ലേ രാഹുൽ ഗാന്ധിക്ക് 24 മണിക്കൂർ സംരക്ഷണം കൊടുക്കുന്നത്. ആ സംരക്ഷണം അദ്ദേഹമാണ് ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് സ്വകാര്യമായിട്ട് ചില വിദേശയാത്രകൾ നടത്തുമ്പോൾ അദ്ദേഹം അത് ഒഴിഞ്ഞിട്ട് അറിയിക്കാതെ ചാടിപ്പോവുകയാണ്. ജംപ് ദ സെക്യൂരിറ്റി എന്നാണ് അവർ പറയുന്നത്. ഈ പ്രതിപക്ഷ നമ്മുടെ സുരക്ഷാ സേന പറയുന്നത് അദ്ദേഹം ഞങ്ങളെ അറിയിക്കാതെ ചാടിപ്പോകുന്നു എന്നാണ്. അല്ലാതെ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് വളരെ താല്പര്യം എടുക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്തൊരു കോടതി ഉണ്ടല്ലോ. ആർക്കെങ്കിലും നിയമവിരുദ്ധമായിട്ട് ഈ രാജ്യത്ത് ആരെങ്കിലും നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാം. കേരളത്തിലെ ഒരു പാർട്ടിയും കേരളത്തിൽ നടക്കുന്ന ഈ ശ്രമം നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് കോടതി ഇടപെടണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താ? നിയമവിരുദ്ധമായിട്ടൊന്നും നടക്കുന്നതായിട്ട് അവർക്ക് തന്നെ അഭിപ്രായമില്ല. അപ്പൊ ഇതൊക്കെ ഒരു നിയമസഭയെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കുക. ആ നിയമസഭയെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കുക. കാരണം അവിടെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള ആൾക്കാർ അവർ പരസ്പരം ഒരേ മുന്നണിയിൽ തന്നെയുള്ള ഭാഗമായിട്ടുള്ള ആളുകളായതുകൊണ്ട് അതിനെ എതിർക്കാൻ അവിടെ ആരുമില്ല. എതിർക്കാൻ ആളില്ലാത്തതുകൊണ്ട് നിയമസഭയെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയാക്കാൻ. കാരണം നരേന്ദ്രമോദിയെ കൂടുതൽ എതിർക്കുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമമാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും നിയമസഭയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായിട്ടുള്ള ഒരു പ്രവണതയാണ്, തെറ്റായിട്ടുള്ള പ്രവണതയാണ്. കേസ് വന്നു കഴിഞ്ഞാൽ കേസ് കോടതിയിലെത്തും, അന്വേഷണം നടക്കും, കേസിന്റെ വഴിയിൽ പോകും. കോടതിയിൽ വരട്ടെ, പോലീസ് അന്വേഷിച്ചോട്ടെ. പറഞ്ഞിട്ടുണ്ടോ, എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. കാരണം ബി ജെ പി രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി, കോൺഗ്രസ് പോലെ ഒരു കുടുംബത്തിലുള്ള ആള് മാത്രം പ്രസിഡന്റ് ആവുന്ന പാർട്ടിയല്ല ബി ജെ പി. ജനാധിപത്യപരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ജനാധിപത്യ പാർട്ടി, രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി, കേന്ദ്രം ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു നിലപാടെടുക്കും. അങ്ങനെ ഒരു ചർച്ച തന്നെ ഒരു അർത്ഥശൂന്യമായിട്ടുള്ള ചർച്ച.